എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷംഹിയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി ഹോം ഭഗവത് സേവ എന്നിവയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തും സീരിയൽ ഡയറക്ടറുമായ പ്രതീഷിൻ്റെ പെങ്ങളുടെ നൂതന ഗ്രഹത്തിൻ്റെ ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ അടങ്ങിയ പൂജകളുടെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗ്രഹത്തിൻ്റെ കാഴ്ചകളിലേക്ക് ആദ്യം പോകാം. പുതിയ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ഗണപതി ഹോമം ചേർത്തല, ആലപ്പുഴ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് അടുക്കള ഭാഗത്ത് തന്നെയാണ് ഗണപതി ഹോമം നടത്തുന്നത്. അതിൽ നിന്നും അഗ്നിയെടുത്ത് പാല് കാച്ചുന്നതിലേക്ക് വെച്ച് പാല് കാച്ചിയാണ് ഗൃഹപ്രവേശം ഇവിടെ നടത്തുക. പക്ഷേ തിരുവനന്തപുരം മേഖലയിൽ അത് കന്നിമൂലയിലാണെന്ന് പറയുന്നു. ദേശകാലമനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകാം.
ശ്രീചക്രാബ്ജത്തിലിരിക്കുന്ന ഭഗവതിയെ അഷ്ടതളത്ത് പത്മത്തിൽ ആവാഹിച്ചിരുത്തി പഞ്ചദുർഗയും ലളിതാ സഹസ്രനാമവും ജപിച്ച് അർച്ചന കഴിച്ച് ഭഗവതിക്ക് പ്രീതികരങ്ങളായ ഗൂഢാന പ്രീതമാനസായ നമ എന്നാണ് ഭഗവതി പറയുന്നത്. അപ്പം കടുംപായസത്തിൽ പ്രീതി എന്നോളെ. അപ്പം പെറ്റ അടയ്ക്ക എന്നിവ താമ്പൂൽ സഹിതം വെച്ച് നടത്തുന്നതാണ് ഭഗവതി സേവ. പൗർണമി തിഥിയിൽ ഭഗവതി സേവ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ അത് നല്ലത് തന്നെ. അതിന് ദേവീക്ഷേത്രത്തിൽ പൗർണമി ദിവസങ്ങളിൽ ഭഗവതി സേവ നടത്തി ഭഗവതിയുടെ പ്രീതി നേടുക. ആപത്ത് കിങ്കരണീയം ചരണയുഗളം അമ്പാമെന്നാണ്. അപ്പോൾ ആപത്തിൽ കരണീയമായിട്ടുള്ളത് ഭഗവതിയുടെ കാലിൽ വീഴുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഭഗവതിയെ രാജരാജേശ്വരിയായിട്ടും ദുർഗയായിട്ടും ഭദ്രയായിട്ടും ലക്ഷ്മിയായിട്ടും ത്രിഗുണാത്മികയായിട്ടും കാണുന്നു. ദുർഗാപൂജയാണ് ഇവിടെ നടക്കുന്നത്. ദുർഗയുടെ പൂജയാണ് നമുക്ക് സാധാരണമായി ഭഗവത് സേവയ്ക്ക് എടുക്കുന്നത്. ഈ പഞ്ചദുർഗാ മന്ത്രത്താലും അശ്വാരൂഢ മന്ത്രത്താലും ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായമൊക്കെ എടുത്ത് നമ്മൾ ഭഗവത് സേവ ചെയ്ത് ഭഗവതിയുടെ പ്രീതി നേടുന്നു. ആ ഭഗവതി സേവ ചെയ്യുമ്പോൾ ആ ഗ്രഹത്തിൽ സർവ്വദോഷങ്ങളില്ലാണ്ടാവുകയാണ്. അതിനുവേണ്ടിയാണ് ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ കർക്കിടക മാസത്തിലാണെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും പുതിയ ഗ്രഹം തുടങ്ങുമ്പോഴും ഗൃഹപ്രവേശത്തിനൊക്കെ ഗണപതി ഹോമം ഭഗവതി സേവ ചെയ്യുന്നത്. ഇവരുടെ കുടുംബത്തിന് ഗണപതി ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജ്യോതിഷം, പ്രശ്നം പരിഹാരം, മുഹൂർത്തങ്ങൾ, കച്ചവട തൊഴിൽ തടസ്സങ്ങൾ, വിവാഹാദി കാലതാമസങ്ങൾ എന്നിവ നേരിടുന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ സേവനം ലഭ്യമാണ്. വേണു തിരുമേനി.